ഓൺലൈൻ TSP വഴി പെൻഷൻ വാങ്ങുന്നവരുടെ പെൻഷനും പരിപൂർണമായി മുടങ്ങിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ട്രഷറിയിൽ നിന്ന് ബില്ല് പാസ്സാകുന്നു, സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പണം ക്രെഡിറ്റ് ആക്കാതിരിക്കുക. ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല എന്നാണ് ധനകാര്യമന്ത്രിയുടെ ധാരണ. വാസ്തവത്തിൽ ഈ ധനകാര്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ട സമയമായിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് അവർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി ഇവിടെ ഭരിക്കുന്നത്? എന്തിനാണ് ഇവിടെ ഒരു ഭരണകൂടം? ഒരു നോക്കുകുത്തിയായി നിൽക്കുകയാണ്. 3 ദിവസമായി ശമ്പളം മുടങ്ങിയിട്ടും മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല, ഒരക്ഷരം സംസാരിക്കുന്നില്ല. ധനകാര്യമന്ത്രി സാങ്കേതികത്വം പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുകയാണ്. ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന തെറ്റിദ്ധാരണ അവർക്ക് വേണ്ട. സർക്കാർ നിർദ്ദേശം മൂലം ETSP വഴിയുള്ള ട്രാൻസാക്ഷൻ ട്രഷറി അധികൃതർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ട്രഷറി കാലിയായിരിക്കുന്നു, ട്രഷറിയിൽ പൂച്ച വെച്ച് കിടക്കുന്നു, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. എന്നിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യാതിരിക്കുന്നത്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും തുകയും വിതരണം ചെയ്യാനാകാത്തത് സർക്കാരിന്റെ ഏറ്റവും വലിയ തെറ്റായ ഒരു കാര്യമാണ്. കേരള ചരിത്രത്തിൽ ഉണ്ടാകാത്ത ഇത്രയും വലിയ ഗതികേട് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖാമുഖം നടത്തുന്നതിന് പകരം ഈ പാവപ്പെട്ട സർക്കാർ ജീവനക്കാർ, നിശ്ചിത വരുമാനക്കാരായ സർക്കാർ ജീവനക്കാരുടെ, പോലീസുകാരടക്കമുള്ളവരുടെ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാരടക്കമുള്ളവരുടെ ശമ്പളം കൊടുക്കാൻ നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? അതൊന്നും ചെയ്യാതെ സർക്കാർ സർവീസിനെ മറ്റൊരു KSRTC ആക്കി മാറ്റാൻ ഇന്ന് പിണറായി വിജയൻ ശ്രമിക്കുകയാണ്. സർക്കാർ സർവീസിനെ ഒരു KSRTC ആക്കുകയാണ്. ശമ്പളവും കിട്ടില്ല, പെൻഷനും കിട്ടില്ല, ബഹളമുണ്ടാക്കുമ്പോൾ ഒരു ഗഡു ശമ്പളം കൊടുക്കും. ആ നിലയിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസിനെ അധപ്പതിച്ച ഈ ഗവൺമെന്റിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ഗുരുതരമാകാനുള്ള കാരണം ആരാണ്? കേരളത്തിലെ ഗവൺമെന്റ് തന്നെയാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലൂടെ കിഫ്ബിക്കും പെൻഷൻ കമ്പനിക്കും എടുത്ത വായ്പ, ആ വായ്പയാണ് ഇത്രയും വലിയ പൊതു കടക്കെണിയിലേക്ക് നമ്മളെ എത്തിച്ചത്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഞാൻ വാൺ ചെയ്തതാണ് ഈ ഗവൺമെന്റിനെ. ഇങ്ങനെ ലക്കും ലഗാനുമില്ലാതെ നിങ്ങൾ കടമെടുക്കരുത്. GDPയുടെ 3% മാത്രമേ ഒരു ഗവൺമെന്റ് കടമെടുക്കാൻ കഴിയൂ. ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെന്റുകളുടെയും FRBM ആക്ട് അനുസരിച്ച് ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെന്റുകളുടെയും സ്ഥിതി ഇതാണ്. ആ FRBM ആക്ട് അനുസരിച്ച് കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്നത് GDPയുടെ 3%. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് 3%. നിങ്ങൾ ബഡ്ജറ്റിന് പുറത്ത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയി കിഫ്ബിയിലും പെൻഷൻ കമ്പനിക്കും പണമെടുത്താൽ അത് കടമെടുപ്പ് പരിധിയിൽ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ ആക്ഷേപിച്ച ആളുകൾ ഇപ്പൊ മറുപടി പറയണം. അങ്ങനെ ചെയ്യാത്ത വലതു കൈകൊണ്ടും ഇടതു കൈകൊണ്ടും കടം വാങ്ങി കേരളത്തിലെ വൻതോതിലുള്ള കടക്കെണിയിലേക്ക് എത്തിച്ചതിന്റെ പരിണിത ഫലമാണ് ട്രഷറി കാലിയായത്. 5 രൂപ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത്. ഇതിൽ നിന്ന് ഇതിന്റെ ഭാരം മുഴുവൻ കേരളത്തിലെ ജനങ്ങളും ജീവനക്കാരും വഹിക്കണം, സഹിക്കണം എന്നുള്ള ഗവൺമെന്റിന്റെ വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല.